ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന പലർക്കും സർക്കാർ ധനസഹായം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതി നിരവധിയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായ കയറാംകോടിന് സമീപത്ത് വെച്ച് മുമ്പും പലർക്കും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവയിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ജീവിതം കിടക്കപ്പായയിലായ പലർക്കും ഇന്നും സർക്കാർ ധനസഹായം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. മുണ്ടൂർ ഒടുവങ്ങാടിന് സമീപം ഞാറക്കോട് സ്വദേശി ആന്റണിയാണിത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയുമെല്ലാം പ്രിയപ്പെട്ട ബേബിച്ചൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. 2022 വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിലാണ് കാടിറങ്ങിയെത്തിയ കൊമ്പൻ കലിതുള്ളി ബേബിച്ചനെ എടുത്തെറിഞ്ഞത്. അവിടെ ഉണ്ടായത് അന്നും വലിയ കിടപ്പാണ്. 2022 സംഭവം നടക്കുന്നത്. രാവിലെ ആൾ വെട്ടാനായിട്ട് 6:30 വെട്ടാനായിട്ട് പോയി. വെട്ടുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ അപ്പുറത്ത് മൂലകരിച്ച് കുറച്ച് കാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് അറിഞ്ഞില്ല. ആളവിടുത്തെ അതിനടുത്ത റബ്ബർ വെട്ടാനായിട്ട് ചെന്നപ്പോഴത്തേക്കിനും ആണിത് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിഞ്ഞ ആൾ ബോധമൊന്നുമില്ലാതെ ആളവിടെ കിടക്കുമായിരുന്നു. അപ്പുറത്ത് വെട്ടാനായിട്ട് ഒരു ചേച്ചി പോയപ്പോൾ ആ ചേച്ചിയാണ് കണ്ടത്. അവർ പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞു, ഇന്നലെ ബേബിച്ചേട്ടൻ ചാലി കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആനയുടെ ആക്രമണത്തിൽ ബേബിച്ചന്റെ തോളിലെയും ഇടുപ്പിലെയും എല്ലുകൾക്ക് സാരമായി പരിക്കേറ്റു. വാരിയെല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ബേബിച്ചന് ഇന്ന് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്നിരിക്കാൻ പോലും കഴിയില്ല. ബേബിച്ചന്റെ ഈ അവസ്ഥയെല്ലാം വനവകുപ്പിന്റെ രേഖകളിലുണ്ട്. പക്ഷേ ബേബിച്ചന് നൽകാനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് മാത്രം വനവകുപ്പിന് മിണ്ടാട്ടമില്ല. ഒരു കുടുംബത്തിന്റെ ഏക അത്താണി ഇങ്ങനെ കിടന്നിട്ടും വനവകുപ്പ് ആകെ നൽകിയത് 1,30,000 രൂപ മാത്രം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം 30,000 രൂപ എന്തോ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് കൊടുത്തായിരുന്നു, ഫോറസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് കൊടുത്തായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാം കൂടെ 1,10,10,000 രൂപ എന്തോ അതും കൊടുത്തു. പിന്നെ അതിനുശേഷം ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. കുടുംബത്തിന് ഏക ആശ്രയമാണ്. 2 പെൺകുട്ടികളാണ്. നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറാണെങ്കിൽ മലമ്പുഴയിൽ ഒരു PT സമയം പിടിച്ചായിരുന്നല്ലോ. അവിടെ വന്ന് അതൊക്കെ മെരുങ്ങി കഴിഞ്ഞപ്പോൾ സാർ അവിടെ വരികയും അതിനെ കാണുകയും തൊടുകയും അതിന് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്ത് സാറ് പോയി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞങ്ങൾ വിളിച്ചാലും വരത്തില്ല. അല്ലെങ്കിൽ ഉണ്ടായെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ബേബിച്ചനെ പോലെ നിരവധി ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. കാടിറങ്ങിയെത്തുന്ന ആനയുടെയും പുലിയുടെയും കടുവയുടെയും കരടിയുടെയും എല്ലാം ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവിതം കിടക്കപ്പായയിലായവർ. അവർക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാരം നൽകുന്നതിൽ ഇനിയും വീഴ്ചരുത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.